DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 17 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ പ്രവചിച്ചിരിക്കുകയാണ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി മെയ് 16 മുതൽ 18 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് മിൽമാപ്പാൽ വില വർധന പ്രാബല്യത്തിലേക്ക് എത്തുകയാണ്. മെയ് 21 വ്യാഴാഴ്ച മുതൽ പുതുക്കിയ വില നിലവിൽ വരും. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് മിൽമാപ്പാൽ വില വർദ്ധിപ്പിക്കുന്നത്. അടുത്തറിയിപ്പ്, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഭവന സമുന്നതി പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി വീട് പുനരുദ്ധാരണത്തിന്, അതായത് ഹൗസ് മെയിൻ്റനൻസിന് അപേക്ഷിച്ചിരുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുടെ പുതിയ ലിസ്റ്റ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപ വീതം 2 ഗഡുക്കളായിട്ടാണ് സാമ്പത്തിക ധനസഹായം അനുവദിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുൻവർഷങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി നടപ്പിലാക്കിയ മംഗല്യ സമുന്നതി സ്കീമിലേക്ക് അപേക്ഷിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50 പേരുടെ മുൻഗണനാ ലിസ്റ്റും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ചവർക്ക് കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഈ ലിസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്ത് തങ്ങളുടെ പേരുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 25 മുതൽ ആരംഭിക്കുന്നതാണ്. പ്രതിമാസ പെൻഷൻ തുകയായ 2000 രൂപയാണ് ഇത്തവണയും ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുക. പുതിയ സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും. നിലവിലെ പെൻഷൻ മുടക്കം കൂടാതെ വിതരണം ചെയ്യാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ 2026 ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരാണ് ഇത് സമർപ്പിക്കേണ്ടത്. ഈ തീയതിക്കകം സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ BPL AAY റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുകയാണ്. ഏപ്രിൽ മാസത്തെ കുടിശ്ശികയും മെയ് മാസത്തെ തുകയും ഉൾപ്പെടെ ആകെ 2000 രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക. മെയ് 25 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പമായിരിക്കും ഈ തുകയും ലഭിക്കുക. 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അർഹരായ സ്ത്രീകൾക്ക് ഓൺലൈൻ വഴി ഇപ്പോഴും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ കൃത്യമായി അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.